ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറാണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന ഫ്രണ്ട് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടാണ്. ഫ്രണ്ട് റൈറ്റ് സൈഡ് ഫ്രണ്ടറും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് റിപ്പയറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം വന്ന സമയത്ത് തന്നെ ബാറ്ററി ഡെഡും കൂടിയാണ്. അപ്പോൾ ഈ വാഹനം ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോർട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു പോസിറ്റീവ് ടെർമിനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ ഉയർത്തി കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവും കണക്ട് ചെയ്യാം. ഇനി ഈ കോർണറിലായിട്ട് നമുക്ക് നെഗറ്റീവും കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനതിപ്പോൾ ജമ്പർ കണക്ട് ചെയ്തു. ജമ്പർ കണക്ട് ചെയ്തതിന് ശേഷം എല്ലാം തന്നെ ഓൺ ആയിട്ടുണ്ട്. കാരണം അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇഗ്നിഷൻ ഓണും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ. ഇനി ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പാസഞ്ചർ സീറ്റിൻ്റെ അടിവശത്തായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ജമ്പർ കണക്ട് ചെയ്യണം. ജമ്പർ കണക്ട് ചെയ്തതിന് ശേഷം ഈ സീറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു എൻട്രിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ബാറ്ററി എങ്ങനെയാണ് അഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പം ഫുള്ളായിട്ട് അഴിച്ചെടുക്കണമെങ്കിൽ നമുക്ക് സീറ്റ് അഴിക്കണം. ഇനി അഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ അഴിച്ചിട്ടില്ല ഡിഫൻഡറിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ അതേമാതിരി തന്നെ ഈ അടിയിലത്തെ കവർ ഇതേമാതിരി ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് താഴെ ഒരു 90Ah ബാറ്ററി കാണാൻ സാധിക്കും. ഇത് കണ്ടല്ലോ, ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അഴിച്ചത് ഞാൻ ഇതുവരെ അഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കത്തില്ല സീറ്റ് അഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ബാറ്ററി സീറ്റ് അഴിക്കാതെ അഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.